നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും സിപിഎമ്മിനെ വെറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ കൊല്ലുമെന്ന് പറയുന്ന അസഹിഷ്ണുതയാണ് സിപിഎമ്മിനെന്നും സതീശൻ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതുയുഗയാത്രയുടെ ഭാഗമായി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരുമായി ചർച്ച നടത്തി. തൃശൂരിൽ നടന്ന പരിപാടികളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു. ചേലക്കര മണ്ഡലം കോങ്ങാടുമായി വെച്ചുമാറാൻ കോൺഗ്രസും ലീഗും. അതൃപ്തിയിൽ കോൺഗ്രസ് ലീഗ് ജില്ലാ നേതൃത്വം. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിനെത്തുന്നത്. സംസ്ഥാനത്ത് റംസാൻ വ്രതം ആരംഭിച്ചു. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. MP ഫണ്ടിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 33 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ജില്ലാ ആശുപത്രിയിൽ ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ലാബ് തുറക്കുന്നതിന് ഭരണാനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പരാവ് ആൽത്തറ ആലുംതൈ ആനക്കല്ല് റോഡിന് സമീപത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ സ്ത്രീയുടെ അസ്ഥിക്കുടം കണ്ടെത്തിയ സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KR ഗിരീഷ്, സുഹിജ സുമേഷ്, വാർഡംഗം ആമിന സുലൈമാൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് വർധനവാണ് ഉണ്ടായതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരം നാടിന് സമർപ്പിച്ചു. പടിയൂർ പഞ്ചായത്തിൽ 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ദീർഘകാലമായി കർഷകർക്കും കാർഷിക വിളകൾക്കും നിരന്തരം ശല്യമായിരുന്ന കാട്ടുപന്നികളെ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലാണ് കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് 3 ദിവസം മുൻപ് കാണാതായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട നഗര മധ്യത്തിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഓൾ കേരള കിങ്സ് അമ്മ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് മേഖലാ താരലേലം ഓട്ടുപാറയിൽ നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള UDF ഭരണസമിതി തീരുമാനത്തിനെതിരെ LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ GMUP സ്കൂളിലെ അക്ഷരവണ്ടിയും സ്കൂൾ കവാടവും സമർപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. CPM എളവള്ളി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കലാ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന PR അശോകൻ അനുസ്മരണം നടത്തി. മമ്മായി സെന്ററിൽ നടന്ന അനുസ്മരണ പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. മജ്ലിസുന്നൂർ എരുമപ്പെട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് അത്തീഖ് റഹ്മാൻ ബാഗവി കമ്മിറ്റി രക്ഷാധികാരി PM മുഹമ്മദ് അലി ഹാജിയിൽ നിന്നും കിറ്റ് ഏറ്റുവാങ്ങി. ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംസ്ഥാന IT മിഷനും സംയുക്തമായി വാണിയമ്പാറയിൽ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴയന്നൂർ, പാണഞ്ചേരി, ചേലക്കര പഞ്ചായത്തുകളിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നുള്ളവർക്കാണ് ക്യാമ്പ് നടത്തിയത്. മുല്ലശ്ശേരിയിൽ വീടിനുള്ളിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കണ്ണൻകാട് ചീരോത്ത് മോഹനന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് സമ്മേളനം തിരുവില്ലാമലയിൽ നടന്നു. ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റരുതെന്നാവശ്യപ്പെട്ട് പഴയന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള മത്സ്യത്തൊഴിലാളികൾ നിവേദനം നൽകി. ഫിഷറീസ് വകുപ്പിലെ ക്ഷേമനിധി ഓഫീസർ VV സുജിത്തിനെ മാറ്റുന്നതിനെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ചേലക്കര MLA UR പ്രദീപ് എന്നിവർക്ക് നിവേദനം നൽകിയത്. MN ലക്ഷം വീട് പാർപ്പിട പദ്ധതിയിലെ ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി നിർമ്മിച്ചു നൽകിയതിന്റെ താക്കോൽദാനം മാറ്റാമ്പുറത്ത് നടന്നു. മന്ത്രി K രാജൻ വീടുകളുടെ താക്കോൽ കൈമാറി.
സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൌൺസിൽ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം ഞായറാഴ്ച നടക്കും. പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം തയ്യാറാക്കിയ പൂന്താനം നഗറിൽ നടക്കുന്ന സമ്മേളനം മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്യും. എരുമപ്പെട്ടി മുരിങ്ങാത്തേരിയിൽ ഛത്രപതി ശിവജി മഹാരാജ ജയന്തി ആഘോഷിച്ചു. തൃശൂർ മറാഠ ഗോൾഡ് ആൻഡ് സിൽവർ റിഫൈനറി അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് പവാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആരോഗ്യം ആനന്ദം എന്ന പ്രചരണ പരിപാടി ശനിയാഴ്ച തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകി. 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് പുതുയുഗ പിറവിയാണ് കേരളം കാത്തിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ 4000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് കൂടുതൽ വനഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി. സ്വാമി വിവേകാനന്ദന് തൃശൂർ പാട്ടുരായ്ക്കലിൽ പ്രതിമ സ്ഥാപിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ പാട്ടുരായ്ക്കലിൽ സന്ദർശനം നടത്തിയതിന്റെ സ്മരണയ്ക്കായാണ് പ്രതിമ സ്ഥാപിക്കുന്നത്. സാംസ്കാരിക വകുപ്പും ഔഷധിയും വിവേകാനന്ദ ദീപം ട്രസ്റ്റും ചേർന്നാണ് പ്രതിമ സ്ഥാപിക്കുക. ഔഷധ സസ്യങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സ്ത്രീകളുടെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഓയിസ്ക ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. തനിക്കെതിരെ വന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ച് കേരള ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറി എബി ജോസഫ്. തലശ്ശേരിയിലെ സ്വകാര്യ ഫൈനാൻസ് കോളേജിന്റെ പേരിൽ പിരിച്ചെടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും എബി ജോസഫ് പറഞ്ഞു. കൊടകര സഹൃദയ കോളേജിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. തെലുങ്ക് സാഹിത്യകാരൻ രവി മന്ത്രിയുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.